പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഒമാന്റെ പ്രഥമ റോക്കറ്റായിട്ടുള്ള ദുഃഖം 1ന്റെ വിക്ഷേപണം കഴിഞ്ഞ ദിവസം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഒമാന്റെ വിവര സാങ്കേതിക ഗതാഗത ആശയവിനിമയ മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിക്ഷേപണം നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതോടെ വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്നത്. ദുഃഖം ഇത്തലാഖ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്ന് ഇന്നലെ പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഉപഗ്രഹ വിക്ഷേപണത്തിനായിട്ടുള്ള സമയം ഫിക്സ് ചെയ്തിരുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒന്നും പ്രവേശനം അനുവദിച്ചതുമില്ല. എന്തായാലും അന്തരീക്ഷ സാഹചര്യങ്ങളും കാറ്റിന്റെ വേഗം, ദിശ ഇതൊക്കെ പരിഗണിച്ച് വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതിനനുസരിച്ച് പുതിയ തീയതി പ്രഖ്യാപിക്കും എന്നാണ് ഒമാൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അടുത്ത വർഷം, അതായത് 2025-ൽ 3 വിക്ഷേപണങ്ങൾ കൂടി ഒമാൻ ലക്ഷ്യമിടുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്നത്. എന്തായാലും ഒമാന്റെ പ്രഥമ റോക്കറ്റ് ലോഞ്ചിംഗ് വിക്ഷേപണമാണ് കഴിഞ്ഞ ദിവസം നടക്കാനിരുന്നത്. എന്നാൽ പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് ദുഃഖം 1ന്റെ വിക്ഷേപണം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.